നോക്കാം ആനക്കലിയുടെ ഇരകൾ. മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഹൈറേഞ്ചിൽ മാത്രമല്ല ലോ റേഞ്ചിൽ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി പൊതുജനങ്ങൾ. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലയായ തൊടുപുഴയ്ക്ക് സമീപം കടവൂരിൽ കാട്ടാനകൾ ഇറങ്ങി. രാത്രി ഇറങ്ങിയ കാട്ടാനകളെ മണിക്കൂറുകളുടെ പ്രയത്നത്തിനൊടുവിൽ കാട് കയറ്റി. രാത്രി അറാട്ടി ടീം കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിൽ 2 കൊമ്പനാനകൾ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് തമ്പടിച്ചതായി കാണുന്നു. അനാവശ്യമായി കാഴ്ചകൾ കാണാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ബഹുജനങ്ങളും സുരക്ഷിതമായി അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ പട്ടാണിക്കാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അറിയിക്കുന്നു. കാടും പുഴയും താണ്ടി കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് കാട്ടാനകൾ തൊടുപുഴയ്ക്ക് സമീപം കടവൂരിലെ ജനവാസ മേഖലയിലെത്തിയത്. രാത്രി മുതൽ കോതമംഗലം DFOയുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ആറാട്ടി സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ ആനയെ തുരത്താൻ പരിശ്രമം നടത്തി. എറണാകുളത്തിന്റെ അതിർത്തി പ്രദേശമായ തൊടുപുഴയ്ക്ക് സമീപമുള്ള ഈസ്റ്റ് കലൂർ, കടവൂർ, പയ്യാവ തുടങ്ങിയ മേഖലകളിലാണ് 2 കൊമ്പന്മാർ ഭീതി പടർത്തിയത്. പലരുടെയും വീട്ടുമുറ്റം വഴിയും കൃഷിയിടങ്ങൾ വഴിയുമാണ് കാട്ടാനകൾ ഓടിയത്. ഇതുവരെയും കാട്ടാനകൾ എത്താത്ത മേഖലയാണിവിടം. ഈസ്റ്റ് കലൂരിൽ നിന്ന് കടവൂർ ടൗൺ കടന്ന് സർക്കാർ സ്കൂൾ മതിലിനോട് ചേർന്നാണ് കാട്ടാനകൾ മറുവശത്തേക്ക് പോയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാട്ടാനകളെ കാളിയാർ മുള്ളരിങ്ങാട് വനമേഖലയിലേക്ക് തുരത്തി. കാട്ടാനകളെത്തി തമ്പടിച്ച് കൃഷിയിടങ്ങളിൽ വ്യാപക നാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. റബ്ബർ, കൈതച്ചക്ക, വാഴ തുടങ്ങിയവ കാട്ടാനകൾ ചവിട്ടിമെതിച്ചും തിന്നും നശിപ്പിച്ചു. കൃഷിയിടങ്ങളുടെയും മറ്റും മതിലുകളും കൽക്കെട്ടുകളും കാട്ടാന തകർത്തു. ആനയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പൈനാപ്പിൾ കൃഷിയടക്കം പ്രദേശത്ത് വ്യാപകമായിട്ടുള്ളതിനാൽ കാട്ടാനകൾ തിരികെ എത്തുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, തൊടുപുഴ.